സ്പെഷ്യൽ സന്തോഷമുണ്ട്. അത് എല്ലാവരും പറയുന്ന പോലെ തരുൺ ചേട്ടൻ തന്നെയാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് തരുൺ ചേട്ടനും തരുൺ ചേട്ടൻ്റെ അച്ഛനും. അത് പറയാൻ കാരണം തുടരും സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും എൻ്റെ അച്ഛനുമാണ് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ സിനിമാ പ്രാന്തന്മാര്. അപ്പൊ ഞങ്ങൾ ഇതിങ്ങനെ കണ്ടിട്ട് എല്ലാ സിനിമയും കണ്ടതിന് ശേഷം ഇങ്ങനെ വലിയ ഹിറ്റ് മൂവീസ് ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ അകത്തെ കണ്ടിന്യൂറ്റി പോയത് തപ്പി കണ്ടുപിടിക്കലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. അങ്ങനെ തുടരും വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുന്ന് നോക്കുകയാണ്. ഞങ്ങൾ ഒത്തിരി നോക്കി, അവിടെ നിന്ന് നോക്കി ആദ്യം നമുക്ക് അവിടെ ഉണ്ട്. പക്ഷെ പടം തീരാറാവുമ്പോഴത്തേക്കും ഇതിന്ന് ഫുൾ കണക്ഷനാണ്. ഇങ്ങനെ വളരെ കുഞ്ഞു കാര്യങ്ങളും ഇത്രയും കണക്ട് ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ ചേട്ടൻ എങ്ങനെ തലമുകഞ്ഞാണ് ഈ പടം എടുത്തത് എന്നുള്ളത്. എനിക്ക് നേരി കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. പിന്നെ എൻ്റെ അച്ഛൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ സിനിമയോടുള്ള പ്രാന്ത് കാരണം ഈ അടുത്ത് വളരെ ഒരു കുഞ്ഞു ഹോം തിയേറ്റർ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തുടരും കാണുകയാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ പതിവില്ലാതെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ പടത്തിന്റെ ആയിരിക്കും. പക്ഷെ പിറ്റേ ദിവസം എപ്പോഴും എൻ്റെ അച്ഛൻ ഇതേ ഇറിറ്റേഷൻ. അപ്പൊ ഞാൻ ചോദിച്ചു എൻ്റെ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നത്, എൻ്റെ അച്ഛൻ അങ്ങനെ കാണാറില്ല, എൻ്റെ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞു, കണ്ടോ പിള്ളേർ വന്ന് അഭിനയിച്ചിട്ട് പോകുന്നത്, എന്താ ലാലേട്ടൻ്റെ മോളായിട്ടൊരു റോൾ അതിലുണ്ടേ. അപ്പൊ അതിന് മുന്നേയും ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്, ലാലേട്ടൻ്റെ സിനിമകൾ വന്നിട്ടുണ്ട്, ആ പ്രായത്തിലുള്ള കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഞങ്ങൾ ബുദ്ധിമുട്ടിയില്ല. പക്ഷെ തുടരും ഞങ്ങളെ അത്രത്തോളം ഞങ്ങളുടെ ഫാമിലി പേഴ്സണലായിട്ട് അത്രത്തോളം ഇഷ്ടപ്പെടുത്തിയ, അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ ഇന്ന് ഇവിടെ വന്നിട്ട് പറയാണ് മീനാക്ഷിയുടെ ഒപ്പം അമർ അക്ബർ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഇത്രത്തോളം അറിയാം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് ചേട്ടാ. ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ നാട് പൊതുവേ, ഞാൻ കോട്ടയംകാരിയാണ്, എൻ്റെ നാട് കിടങ്ങൂർ പാതുവ എന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ പറയുമ്പോൾ പൊതുവെ ആർക്കും അറിയത്തില്ല. എൻ്റെ മോനെ എന്ന് ചോദിക്കാം. അപ്പം ഞാൻ പിന്നെയും പറയും അത് കോട്ടയം പാല അടുത്ത എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ തരുൺ ചേട്ടൻ കിടങ്ങൂർ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ. അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 2 മിനിറ്റേ ഉള്ളൂ അങ്ങോട്ടേക്ക്. അപ്പോൾ തരുൺ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കേട്ടിരുന്ന പ്രധാനപ്പെട്ട പേരുകളിലൊരെണ്ണം മീനാക്ഷിയുടെ വീടിയുടെ അടുത്താണ് എന്നുള്ളതാണെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ പരം എനിക്കൊരു സന്തോഷം കിട്ടാനില്ല ഇന്നത്തെ ദിവസം. എന്തായാലും തരുൺ ചേട്ടൻ ഞങ്ങൾ ഒത്തിരി കാണാൻ കൊതിച്ച ഒരാളാണ്. പിന്നെ സിനിമ ഇറങ്ങിയ സമയത്ത് ചേട്ടൻ്റെ ഇന്റർവ്യൂസ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുമായിരുന്നു. അന്നേരം ചേട്ടൻ്റെ അച്ഛനെ പറ്റി അതിൽ എപ്പോഴും പറയും, അങ്ങനെ ഈ അങ്കിളിനെ ഒന്ന് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ നീ കിടക്കുന്നു അങ്കിൾ. ഇന്ന് വന്നപ്പോൾ അങ്കിളിനെ കണ്ടു. എനിക്ക് എല്ലാം കൊണ്ടും ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. പിന്നെ ശ്രേയാണ് അടുത്ത്. ഞങ്ങൾ അങ്ങനെ ഒന്നിച്ച് കുറേ നാളായി ഒരു സ്റ്റേജിൽ വന്നിട്ട്. അവൾ ഈ പാട്ട് എവിടെ പാടിയാലും എൻ്റെ വിചാരം അത് ഞാനില്ലാത്ത സ്റ്റേജിലാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അവളത് എനിക്ക് വേണ്ടി പാടുന്നതാണ് എന്നാണ് എൻ്റെ തോന്നുന്നത്. പക്ഷെ എനിക്കറിയാം എനിക്ക് വേണ്ടി പാടിയതല്ലാതെ. എങ്കിലും എനിക്ക് ഇന്ന് ഇവിടെ വന്ന് ഇത്രയും, പിന്നെ ഗോകുലേട്ടൻ, ദേവൂട്ടി, പിന്നെ വരാനിരിക്കുന്ന നമ്മുടെ ദുർഗക്കുട്ടി, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും, എനിക്ക് എല്ലാവരുടെയും പേര് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ പോലും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ ഷിപ്പ്യാർഡിൻ്റെ പ്രോഗ്രാമിന് മുന്നേയും വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പണ്ടത്തെ കാലത്ത് എപ്പോഴും ഇങ്ങനെ കേട്ടുപരിചയമുള്ള ഒരു കാര്യമാണ്. പണ്ട് എല്ലാ അച്ഛനമ്മമാർക്കും മക്കൾ ഏറ്റവും നല്ല നിലയിൽ